ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബിക്കോസ് ഓഫ് മടി. എൻ്റെ മടി കാരണം ഒരുപാട് വീഡിയോസ് ടേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്യണം, അതിന് എക്സാമായി, പ്രൊജക്റ്റ് അങ്ങനെ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് കുറച്ച് എന്തോ ഭയങ്കര മടിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് യൂട്യൂബൊക്കെ ഇനി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, കൺസിസ്റ്റൻ്റ് ആവാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇത് മുന്നേ റമദാനിന് ടേക്ക് ചെയ്ത് വെച്ച കുറേ വീഡിയോസാണ്. ഇന്നലെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വീഡിയോസൊക്കെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തിടാ വിചാരിച്ച്. ഇതൊരു നോമ്പ് തുറ വ്ളോഗാണ് കേട്ടോ. കസിൻസായിട്ട് കൂടുന്ന ഫസ്റ്റത്തെ നോമ്പറയാണ്. അതും എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നോമ്പറ വെച്ചിരുന്നത്. സോ ഓവർ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ നോമ്പ് തുറയായിരുന്നു. ഞങ്ങൾ 5 ആൾ മാത്രമുള്ളൊരു ചെറിയ നോമ്പ് തുറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം പരിപാടിയിലേക്ക് കടന്നു. ഞങ്ങൾ ചിക്കൻ കട്ട്ലേറ്റും സമൂസയാണ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഡ്രിങ്കായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് വാട്ടർമെലൺ ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളമായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് മന്തിയായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും. ഇത് മാത്രമേ ഞങ്ങളെ ചെറിയൊരു പരിപാടിയായിരുന്നു. ചെറുതാണ്, ഭയങ്കര സ്മോൾ പരിപാടിയായിരുന്നു. എനിക്കും അനുവിനൊന്നും ആ ദിവസം നോമ്പ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് എവിടെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഫൈനലി ടെറസൻ, എല്ലാവരും ചൂസ് ചെയ്യുന്ന ടെറസൻ ഞങ്ങൾ ചൂസ് ചെയ്ത്. പക്ഷെ അവിടെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലൈറ്റിൻ്റെ കാര്യം ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റാണ് ലൈറ്റൊക്കെ സെറ്റായത്. അങ്ങനെ പാൻ കൊടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പർദ്ദ ഇട്ടിട്ട് നോമ്പ് തുറക്കുക, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കി. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞേക്കന്നെ എല്ലാ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിക്കണം. അങ്ങനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നല്ല രീതിക്ക് പരിപാടിയൊക്കെ നടന്നിട്ടോ. ഞങ്ങൾ ഇത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇത്രയൊക്കെ ഫണ്ണിയൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോണത് നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ ഉണ്ടാവും. ഇപ്പം തന്നെ എല്ലാവരും ടയേർഡായിക്കണ്. പൊതുവേ നോമ്പ് തുറന്നാൽ ഒരു ജ്യൂസൊക്കെ കുടിച്ചാൽ തന്നെ വേഗം വയറ് ഫില്ലാവും. അപ്പം തന്നെ എല്ലാവരും ടയേർഡായിക്കണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ നിസ്കരിച്ചിട്ടാണ് ഫുഡ് കഴിച്ചതൊക്കെ. മുന്തിരൊക്കെ പാടത്തേക്ക് പറഞ്ഞില്ല. ക്ലിപ്പായിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഏകദേശം ഭയങ്കര ക്ഷീണമാണ്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.